പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ തകർത്ത വയനാട്ടിലെ വിവിധ മേഖലകൾ സന്ദർശിച്ചു. ആദ്യ സന്ദർശനം ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിലായിരുന്നു. ചൂരൽമലയിലെ ദുരന്ത മേഖല അദ്ദേഹം നടന്നു കാണുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ദുരന്തത്തിന്റെ ഭീകരത അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു കൊടുത്തു. ADGP MR അജിത് കുമാറാണ് പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. ബെയ്ലി പാലവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. അവിടെ സൈനികർ അടക്കമുള്ളവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബെയ്ലി പാലത്തിന് അപ്പുറത്താണ് രക്ഷാപ്രവർത്തകർ അടക്കമുള്ളവരെ മോദി കണ്ടത്. പ്രദേശത്തെ വിവരങ്ങൾ മോദി ചോദിച്ചറിഞ്ഞു. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലത്താണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ചൂരൽമലയിലെ ഈ പ്രദേശത്തു നിന്നാണ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പുഴ ഗതിമാറി ഒഴുകിയതും ഇവിടെ നിന്നാണ്. കിടപ്പ് രോഗിയായ പിതാവിനെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ജയേഷിന്റെ വീട് വരെയാണ് പ്രധാനമന്ത്രി സന്ദർശനത്തിനെത്തിയത്. നേരത്തെ ജയേഷിന്റെ വീടാകെ ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു. ചൂരൽമലയിലെ ടൗണിന്റെ തൊട്ടുമുൻപ് വരെ മോദി നടന്നെത്തിയിരുന്നു. അതേസമയം 3 മണി വരെയാണ് അദ്ദേഹം ദുരന്തഭൂമിയിൽ ചെലവിടുക. നേരത്തെ പറഞ്ഞതിലും 15 മിനിറ്റ് കൂടുതൽ അദ്ദേഹം വയനാട്ടിലുണ്ടാവും. നേരത്തെ ഹെലികോപ്റ്ററിൽ ഇരുന്നും പ്രധാനമന്ത്രി ദുരന്തം തകർത്ത മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നിവയെല്ലാം കണ്ടിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മോദി മനസ്സിലാക്കുകയും ചെയ്തു. റോഡ് മാർഗമാണ് മോദി കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത്. രക്ഷാസേനയുമായും ചൂരൽമലയിൽ വെച്ച് മോദി സംസാരിച്ചു. വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അടക്കമുള്ളവരും പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. പോലീസിന്റെ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് NDRF സംഘങ്ങളുമായിട്ടാണ് മോദി സംസാരിച്ചത്. 50 മിനിറ്റോളം പ്രധാനമന്ത്രി ചൂരൽമലയിൽ ചെലവിടുകയും ചെയ്തു. ഓരോ ഭാഗത്തും എത്തി എന്താണ് നടന്നതെന്ന് മോദി ചോദിച്ചറിഞ്ഞിരുന്നു. എവിടെയാണ് പ്രഭവ കേന്ദ്രം, എവിടെ നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായത് എന്നിവയെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് ചൂരൽമലയിൽ ചെലവിടുമെന്നായിരുന്നു നേരത്തെയുള്ള സമയക്രമത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ കൂടുതലാണ് മോദി ദുരന്തഭൂമിയിൽ ചെലവിട്ടിരിക്കുന്നത്. മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പും മോദി സന്ദർശിച്ചു. അതേസമയം ദുരന്തത്തിൽ അതിജീവിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി നേരിൽ കാണും. മേപ്പാടി ആശുപത്രിയിൽ കഴിയുന്ന അരുൺ, അനിൽ, 8 വയസ്സുകാരി അവന്തിക, ഒഡീഷ സ്വദേശി സുഹൃതി എന്നിവരെയാണ് മോദി സന്ദർശിക്കുന്നത്. ചെളിക്കൂനയിൽ അകപ്പെട്ട് മണിക്കൂറുകൾക്കു ശേഷം രക്ഷാപ്രവർത്തകർ രക്ഷിച്ചയാളാണ് അരുൺ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.